+2 കഴിഞ്ഞ് ഞാൻ പിന്നെ ഡിപ്ലോമ പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ സയൻസ് ഫീൽഡിൽ നിന്നാണ് ഞാൻ ഈ മാർക്കറ്റിംഗൊക്കെ വരുന്നത്. അപ്പോൾ എനിക്കൊരു നോളജ് ഇല്ല എന്താണ് എന്നൊരു ബേസിക് ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ റിവൈവ് ക്ലാസ്സിന് വന്നുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും കൂടെ ഉണ്ടായി. എൻ്റെ ഓൺ കോണ്ടന്റ് തന്നെ എനിക്ക് ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു എൻ്റെ ഒരു പോർട്ട്ഫോളിയോ, എൻ്റെ കരിയർക്കൊരു അതൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇൻസ്റ്റാ ത്രൂ ആയിരുന്നു ഇതിൻ്റെ ആഡ് കണ്ടത്. ഇതിൽ എന്നെ പിടിച്ചു നിർത്തിയത് GCC ബേസ്ഡ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പൊ ഞാൻ ഓക്കെ ഇത് ചേരാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. ചേർന്നത് ഞാൻ ഒട്ടും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം അത്ര നല്ല കോഴ്സും ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പ്ലേസ്മെന്റ് ടീമിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അവര് നല്ല അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. UAE-ലേക്കായാലും നാട്ടിലേക്കായാലും ഒക്കെ വാട്സപ്പ് ത്രൂ ആയാലും ദിവസം കുറേ വേക്കൻസീസ് ആണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തു, റെസ്യൂമെ സെറ്റ് ചെയ്തു, എല്ലാ സ്കിൽമോ ടീമിന്റെ ഹെൽപ്പ് കൊണ്ട് തന്നെ ചെയ്തത്. ലൈവ് ക്ലാസ്സിൽ കയറുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പൊ തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കഴിയും. റെക്കോർഡ് സെഷൻ ആകുമ്പോൾ പിന്നെ അത് കേട്ട് അത് എനിക്കെന്തോ എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ലൈവ് ക്ലാസ്സിലാണ് പ്രിപ്പയർ. പക്ഷെ ഈ കോണ്ടന്റ് മാർക്കറ്റിംഗിൽ ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഓരോ ആഡ് കാണുമ്പോഴും അതിലെന്തൊക്കെയാണ് ആ കോണ്ടന്റ്, എന്താണ് അത് സ്ട്രാറ്റജി, അവരെന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെയുള്ളൊരു നമ്മൾ കാണാൻ തുടങ്ങി, ആഡ്സ് കാണാൻ തുടങ്ങി. അത് ഈ ഇന്റേൺഷിപ്പിൽ വർക്ക് വന്നപ്പോൾ ChatGPT ഒക്കെ യൂസ് ചെയ്യാൻ നോക്കിയിരുന്നു. സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സാർ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ChatGPT യൂസ് ചെയ്യാതെ നമ്മൾ സ്വന്തം കോണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി.